നമസ്കാരം. PSC ECEC സക്സസിലേക്ക് സ്വാഗതം. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 05/25. ഈ ചോദ്യപേപ്പറിലെ മാത്സ് ക്വസ്റ്റ്യൻസിലെ ആദ്യത്തെ 10 ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, തുടർച്ചയായ 5 എണ്ണൽ സംഖ്യകളുടെ തുക 300 ആണെങ്കിൽ അതിൽ ഏറ്റവും വലിയ സംഖ്യ ഏത്? തുടർച്ചയായ 5 എണ്ണൽ സംഖ്യകൾ എന്ന് പറയുമ്പോൾ എക്സിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ എക്സ് പ്ലസ് 1 പ്ലസ് എക്സ് പ്ലസ് 2 പ്ലസ് എക്സ് പ്ലസ് 3 ഇങ്ങനെ ഇത് ഓരോ സംഖ്യ പ്ലസ് എക്സ് പ്ലസ് 4 ഇതിൻ്റെ തുകയാണ് 300. അപ്പോൾ എക്സ് എന്നുള്ളത് 1 ആണെങ്കിൽ 1, 2, 3, 4, 5 അപ്പോൾ ഓരോന്ന് കൂട്ടുകയാണല്ലോ, അതാണ് എഴുതിയിട്ടുള്ളത്. ഇനി എക്സ് എല്ലാം കൂടി കൂട്ടിയാൽ 1, 2, 3, 4, 5 5x 1 + 2 3 + 3 6 + 4 10 5x + 10 is equal to 300. 5x is equal to 300 minus 10 plus 10 അപ്പുറത്തേക്ക് പോകുമ്പോൾ minus 10. 5x equal to 290, x is equal to 290 divided by 5. 5 5s are 25, 40, 58. x 58. x 58 ആണെങ്കിൽ ആ സംഖ്യകൾ 58, 59, 60, 61, 62. അപ്പോൾ ഏറ്റവും വലിയ സംഖ്യ എന്ന് പറയുന്നത് 62. നമ്മുടെ ഉത്തരം 62. അപ്പോൾ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി 62. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്ന ഭിന്നസംഖ്യ ജോഡികളിൽ തുക 1 വരാത്തത് ഏത്? അപ്പോൾ ഓരോ ജോഡി എടുക്കാം. ഓപ്ഷൻ എ, അപ്പോൾ ഓപ്ഷൻ എ 1/2 + 1/2. അത് നമുക്കറിയാം, അരയും അരയും ഒന്ന് തന്നെയാണ്. 4 ഫ്രാക്ഷൻ ചെയ്യുമ്പോൾ ഇങ്ങനെ 2/2 = 1. ഇനി 2/3 + 1/3. അപ്പോഴും ഇവിടെ രണ്ടും ഡിനോമിനേറ്റർ 2, 3 അതുപോലെ എഴുതുന്നു. 2 + 1 3/3 ദാറ്റ് ഇസ് 1. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും തുല്യമായിരിക്കുമ്പോൾ അത് 1 എന്നുള്ളതായിരിക്കും അതിൻ്റെ ഉത്തരം. ഇനി അടുത്തത് 5/11 + 4/11 = 5 + 4. ന്യൂമറേറ്ററിൽ /11, അതായത് 9/11. 1 ഒന്നിലും ചെറുതാണ്. അപ്പോൾ ഇതാണ് ഉത്തരം ഓപ്ഷൻ സി 5/11 + 4/11. ഇത് കൂട്ടുമ്പോൾ 1 കിട്ടില്ല. ഇനി 7/15 + 8/15 എടുത്താലും 15/15. രണ്ടും ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും തുല്യമാകുമ്പോൾ 1 ആകുന്നു. അപ്പോൾ നമ്മുടെ ഉത്തരം ഓപ്ഷൻ സി. അടുത്ത ചോദ്യം, 36 ലിറ്റർ വെള്ളം കൊള്ളുന്ന ഒരു ടാങ്കിൽ കുറച്ച് വെള്ളം ഉണ്ട്. 20 ലിറ്റർ വെള്ളം കൂടി ഒഴിച്ചപ്പോൾ 3/4 ഭാഗം നിറഞ്ഞു. 3/4 ഭാഗം, അതാണ് 3/4 ഭാഗം നിറഞ്ഞു എങ്കിൽ ആദ്യം ടാങ്കിൽ എത്ര ലിറ്റർ വെള്ളം ഉണ്ടായിരുന്നു? ടാങ്കിൻ്റെ ആകെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 36 ലിറ്ററാണ്. അപ്പോൾ അതിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു, എത്രയാണെന്ന് അറിയില്ല. എത്ര ഞാൻ എക്സ് ലിറ്റർ എടുക്കുന്നു, അതിൻ്റെ കൂടെ 20 ലിറ്ററും കൂടി ആഡ് ചെയ്തപ്പോൾ ടാങ്കിൻ്റെ 3/4 ഭാഗം, അതായത് 3/4 എന്ന് പറയുമ്പോൾ 36 ആകെയുള്ളതിൻ്റെ 3/4 ഭാഗം നിറഞ്ഞു. അപ്പോൾ എക്സ് + 20 = 27. 27 ലിറ്റർ ആണ് ഇപ്പോൾ നിറഞ്ഞിരിക്കുന്നത് 20 കൂടി ഒഴിച്ചപ്പോൾ. അപ്പോൾ ആദ്യം ഉണ്ടായിരുന്നത് 27 - 20, അതായത് 7 ലിറ്റർ വെള്ളമായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. ഉത്തരം 7. ഓപ്ഷൻ എ 7. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ പൂർണ്ണവർഗം ഏതാണ്? അതായത് പെർഫെക്റ്റ് സ്ക്വയർ. പൂർണ്ണവർഗം എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് സ്ക്വയർ, അതിനൊരു കൃത്യമായ സ്ക്വയർ റൂട്ട് ഉണ്ടായിരിക്കും. നമ്മളിപ്പം 4 എടുത്താൽ അതിൻ്റെ സ്ക്വയർ റൂട്ട് 2, അതുപോലെ 9 എടുത്താൽ 3, അതുപോലെ കൃത്യമായൊരു ഹോൾ നമ്പർ ഉത്തരമായി വരണം. അപ്പോൾ ഇവിടെയെല്ലാം എക്സ്പോണൻ്റായിട്ട് പവറിലാണ് കൊടുത്തേക്കുന്നത്. 5³ എന്ന് പറഞ്ഞാൽ അതിനൊരിക്കലും ഉണ്ടാവില്ല. 5³ എന്ന് പറഞ്ഞാൽ 5 × 5 × 5.
128ന് ഒരു കൃത്യമായൊരു അതൊരു പൂർണ്ണവർഗ സംഖ്യ അല്ല. ആ സമയം 25 ആയിരുന്നെങ്കിൽ ആയേനെ. അതുപോലെ ഓഡ് നമ്പർ 3, 5, 7 ഇങ്ങനെ ഓഡ് നമ്പർ ഒറ്റ അക്ക സംഖ്യ പവറിൽ വരുമ്പോൾ അത് പൂർണ്ണവർഗം ആകില്ല. അപ്പോൾ ഇവിടെ ഒറ്റ അക്കമല്ലാതെ ഇരട്ട അക്കം 4 വന്നിരിക്കുന്നത് 5⁴ - 5⁴. അതിൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞാൽ 5² ആണ്. അപ്പോൾ അതൊരു പൂർണ്ണവർഗം ആണ്. ബാക്കിയുള്ളതിനൊന്നും ഇപ്പം സ്ക്വയർ റൂട്ട് ഓഫ് 5³ എടുത്താൽ 5 പിന്നെയും ഒരു √5 വരും. അപ്പോൾ ഇതൊരു പൂർണ്ണവർഗമല്ല. അതുപോലെ ഒറ്റ അക്കം പവറിൽ വരുമ്പോൾ, പവറിലെന്ന് പറഞ്ഞാൽ ഇവിടെ ഇതുപോലെ പവറിൽ വരുമ്പോൾ അതൊരു പൂർണ്ണവർഗ സംഖ്യ ആകില്ല. ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം, 1 കിലോഗ്രാം ആപ്പിളിന് 180 രൂപയും 1 കിലോഗ്രാം ഓറഞ്ചിന് 60 രൂപയുമാണ് വില. 3 കിലോഗ്രാം ആപ്പിളിനും 4 കിലോഗ്രാം ഓറഞ്ചിനും കൂടി ആകെ എത്ര രൂപയാകും? അപ്പോൾ 1 കിലോഗ്രാം ആപ്പിളിന് 180 ആണെങ്കിൽ 3 കിലോഗ്രാം ആപ്പിളിന് 3 × 180 540 രൂപ. അതുപോലെ 4 കിലോഗ്രാം ഓറഞ്ചിന് 4 × 60. 1 കിലോഗ്രാം ഓറഞ്ചിന് 60 എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. ടോട്ടൽ 240 ഓറഞ്ചിന്. അപ്പോൾ ഇനി ഇത് രണ്ടും കൂടി കൂട്ടുക, 540ഉം 240. ആകെ 780 രൂപയാണ് ആകുന്നത്. 780. ഓപ്ഷൻ ബി 780. 20 മീറ്റർ/സെക്കൻഡ് ശരാശരി വേഗതയിൽ പോകുന്ന ഒരു കാർ 36 കിലോമീറ്റർ സഞ്ചരിക്കാൻ എത്ര സമയം എടുക്കും? 20 മീറ്റർ/സെക്കൻഡ് അതിനെ km/h ആക്കാൻ 20 × 18/5 km/h, അതായത് 72 km/h. 1 മണിക്കൂറിൽ 72 കിലോമീറ്റർ സഞ്ചരിക്കും. അപ്പോൾ 36 കിലോമീറ്റർ സഞ്ചരിക്കാൻ അരമണിക്കൂർ അഥവാ 30 മിനിറ്റ്. കാരണം 1 മണിക്കൂറിൽ 72 കിലോമീറ്റർ. അപ്പോൾ അതിന് നേർ പകുതി, 72ൻ്റെ പകുതിയാണ് 36. അപ്പോൾ 1ൻ്റെ പകുതി അരമണിക്കൂർ. അതാണ് നമ്മുടെ ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്ന 30 മിനിറ്റ്. ഓപ്ഷൻ എ 30 മിനിറ്റ്. അടുത്ത ചോദ്യം, 1.25 എന്ന ദശാംശ സംഖ്യയ്ക്ക് തുല്യമായ ഭിന്നസംഖ്യ ഏത്? ഇത് ദശാംശ സംഖ്യാ രൂപത്തിലാണ്. ഇതിനെ ഭിന്നസംഖ്യ രൂപത്തിലാക്കിയാൽ 125/100 എന്ന് എഴുതാം. ഇനി ഇതിൻ്റെ സിംപ്ലസ്റ്റ് ഫോം, ഏറ്റവും ലഘുവായ രൂപത്തിൽ എഴുതിയാൽ 25 ഇതിൻ്റെ രണ്ടിൻ്റെയും HCF അഥവാ ഉസാഖ. 25 കൊണ്ട് ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്ററിനെ ഹരിച്ചാൽ 5/4. അതായത് 25 × 5 125. 25 × 4 100. ഇത് രണ്ടിടത്തെയും ക്യാൻസലായി പോകുന്നു. ആൻസർ 5/4. 5/4 ഓപ്ഷൻ ഡി. 5/4 എന്ന് പറയുന്നത് തന്നെയാണ് 1.25 1.25 എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ഒരാൾ ഒരു സാധനം 2070 രൂപയ്ക്ക് വിറ്റപ്പോൾ 10% നഷ്ടമുണ്ടായി. 5% ലാഭം ലഭിക്കണമെങ്കിൽ ആ സാധനം എത്ര രൂപയ്ക്ക് വിൽക്കണമായിരുന്നു? അപ്പോൾ ലാഭവും നഷ്ടവും അതിൻ്റെ വാങ്ങിയ വില അഥവാ കോസ്റ്റ് പ്രൈസിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് പറയുന്നത്. കോസ്റ്റ് പ്രൈസ് CP. അതിൽ 10% നഷ്ടം, അതായത്
ആ വാങ്ങിയ വിലയുടെ 10 ഇൻറ്റു 90/100 ആണ് 2070. അപ്പോൾ ആ വാങ്ങിയ വില എന്ന് പറയുന്നത് 2070 ഇൻറ്റു 100/90. ഇനി 9, 2, 23 ഇൻറ്റു 2300 വാങ്ങിയ വില. നമ്മുടെ ചോദ്യം 5% ലാഭം ലഭിക്കണമെങ്കിൽ ആ സാധനം എത്ര രൂപയ്ക്ക് വിൽക്കണമായിരുന്നു. അപ്പോൾ 2300 ഇൻറ്റു 105/100. ഇത് രണ്ടും ക്യാൻസൽ ആകുന്നു. 23 ഇൻറ്റു 105, അതായത് നമുക്ക് ഇതുപോലുള്ളത് ചെയ്ത് നോക്കേണ്ട. 23 ഇൻറ്റു 100 + 5 എന്ന് സ്പ്ലിറ്റ് ചെയ്താൽ 2300 23 ഇൻറ്റു 5 115 2415 2415. ഓപ്ഷൻ ഡി 2415 രൂപ. അടുത്ത ചോദ്യം 196 ചതുരശ്ര മീറ്റർ പരപ്പളവ് വിസ്തീർണം അഥവാ ഏരിയ ഉള്ള ഒരു സമചതുരത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളം എത്ര? അപ്പം സമചതുരം എന്ന് പറയുമ്പോൾ സ്ക്വയറാണ്. വിസ്തീർണം അഥവാ പരപ്പളവ് എന്ന് പറയുന്നത് ഏരിയ. അതിൻ്റെ ഒരു വശത്തിൻ്റെ നീളം. സമചതുരം അഥവാ സ്ക്വയറിൻ്റെ വിസ്തീർണം കാണാനുള്ള ഫോർമുല A² = 196. A എന്ന് പറഞ്ഞാൽ ഒരു സൈഡിൻ്റെ നീളമാണ്. അപ്പോൾ A = √196. ഇതിൻ്റെ വർഗ്ഗമൂലം 196 വർഗ്ഗമൂലം കാണുന്നു 14 ഉത്തരം. 14 മീറ്റർ. ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം 5, 7, 14 എന്നീ 3 സംഖ്യകൾ കൊണ്ടും പൂർണ്ണമായും ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യ. അപ്പോൾ ഇവിടെ അതിൻ്റെ ലസാഗു അഥവാ LCM ആണ് കാണേണ്ടത്. 5, 7, 14 ഇവയുടെ ലസാഗു. ഇപ്പം നമുക്ക് ഷോർട്ടസ്റ്റ് ഫോമിൽ ചെയ്യാം. 7 കൊണ്ടാണ് രണ്ടും. അപ്പോൾ 7 ഇൻറ്റു 5 ഇൻറ്റു 2 70. 70 അതിൻ്റെ LCM അഥവാ ലസാഗു. ലസാഗു കൊണ്ടായിരിക്കും ഈ 3 സംഖ്യകളെയും നിശേഷം ഹരിക്കാൻ സാധിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ബി 70. ഇത്രയും ചോദ്യമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉള്ളത്. ബാക്കി ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഉപകാരപ്രദമായി തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്